അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ എടുക്കുന്നത് അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. ഒരു ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ ഒരു മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റിനും കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അതിനുശേഷമായിരിക്കും നമ്മൾ ഡിസൈനിങ്ങിലേക്ക് പോകുന്നത്. ഡിസൈനിങ് ഓഫ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഉണ്ട്, ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീം ഉണ്ട്, കാന്റിലിവർ ബീം ഒക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നമുക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീം? എന്താണ് ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീം? കംപ്രഷൻ സൈഡിലും ടെൻഷൻ സൈഡിലും നമ്മൾ എന്ത് കൊടുക്കുമ്പോഴാണ്? റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിന്റെ കുറച്ച് ടേംസ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. എത്ര പേര് നോക്കിയിട്ടുണ്ടാവും എന്ന് ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോ അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ട് ഒരു AST1 ഉണ്ട്, AST2 ഉണ്ട്, അതായത് കംപ്രഷൻ സൈഡിലെ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ. പിന്നെ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു D' എന്ന് പറയുന്നത് എന്താണ്? മേലത്തേന്റെ അവിടെ നിന്നുള്ള കവർ ഒരു ഡിഫറൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നോക്കിയിട്ടുണ്ട്. നമുക്കൊരു പ്രോബ്ലം തന്നെ ചെയ്ത് തുടങ്ങാം അല്ലെ? അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. A doubly reinforced concrete section has a width of 300 mm wide and is reinforced with a tension steel of area 2455 meters mm square at an effective depth of 600 mm. Okay, the compression steel area is 982 mm square is provided at an effective cover of 60 mm using M20 grade concrete and Fe415 HYST bars. Estimate the ultimate moment carrying capacity. Okay, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഒരു ഫിഗർ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. എല്ലാവരും ഒന്ന് ശ്രമിക്കുക, സ്വന്തം ഒന്ന് നോക്കുക കിട്ടുന്നുണ്ടോ കേട്ടോ. അപ്പം ഈ തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സെക്ഷൻ വരയ്ക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ആ ഒരു ബീമിന്റെ ക്രോസ് സെക്ഷൻ. അപ്പൊ തന്നിരിക്കുന്നത് ഈ ബീമിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 300 mm. ഈ ഒരു ബീമിന്റെ ഡെപ്തും തന്നിട്ടുണ്ട് അല്ലെ? എഫക്റ്റീവ് ഡെപ്ത് ആണ് തന്നിരിക്കുന്നത്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് എവിടം വരെയുള്ള ഡെപ്ത് ആണ്? ഓക്കെ റെഡി, മ്യൂട്ട് ചെയ്തു. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 600 mm എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അതായത് മേലെ മുതൽ ടോപ്പ് പോർഷൻ മുതൽ ഈ കാണുന്ന ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ഡെപ്ത് ആണ് 600 mm. ഓക്കെ, പിന്നെ നമുക്ക് പറഞ്ഞേക്കുന്നത് അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. AST എന്ന് പറയുന്നത് 2455 mm സ്ക്വയർ. ഇനി അടുത്തത് എഫക്റ്റീവ് കവർ വന്നിട്ടുണ്ട്, അതായത് മേലെ മുതൽ ഈ ഒരു കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ആ ഒരു ഡെപ്ത്. ഓക്കെ, അത് തന്നിരിക്കുന്നത് എത്രയാണ്? എഫക്റ്റീവ് കവർ 60 mm. പിന്നെ തന്നിരിക്കുന്നത് ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് തന്നിട്ടുണ്ട് 982 mm സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടി. ഈ കിട്ടിയേക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് എന്താണ്? M20 ഗ്രേഡ് കോൺക്രീറ്റ്. M20 ഗ്രേഡ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് തരുന്ന എന്ത് വാല്യൂ ആണ്? FCK ആണോ FY ആണോ? വേഗം പറഞ്ഞേ എല്ലാരും, കമന്റ് ചെയ്തേ. M20 ഗ്രേഡ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ 20 എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഗുഡ്, FCK അല്ലെ? അപ്പൊ ഇതിനകത്ത് നമുക്ക് FCK is equal to 20 എന്നും കിട്ടും. FY എന്ന് പറയുന്നത് എത്രയും കിട്ടും? ഇനി അടുത്തത് FY എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് Fe415 HYST ബാർ ആണ്. അപ്പൊ നമുക്ക് FY എന്ന് പറയുന്നത് എത്ര കിട്ടും? 415 എന്നും കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റിനിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കുന്നത് എന്താണ്? MU ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? റെഡി? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലം പോലെ തന്നെ നമുക്ക് ഇതൊന്നുകൂടെ എടുക്കാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു?
ഇവിടെ നമുക്ക് ASTയും ASCയും തന്നേ കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് FSC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എല്ലാരും കോഡ് എടുത്തോ, കോഡ് എടുത്തേ. ഞാനും കോഡ് എടുക്കട്ടെ, ഒരു സെക്കൻഡ്. ഓക്കെ, കോഡിനകത്ത് നമ്മുടെ പേജ് നമ്പർ 96 റൈറ്റ് സൈഡിലായിട്ട് FSCന്റെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? അതിനകത്ത് തന്നിരിക്കുന്നത് 0.0035 into XUmax minus D dash divided by XUmax. ഓക്കെ, ഇതിനകത്ത് അത്യാവശ്യം ആയിട്ടുള്ള ഒരാള് XUmax എത്രയാണെന്ന് പറയോ? ഈ ഇക്വേഷനിലെ XUmax എത്രയാണ്? ഓക്കെ, 0.48 കിട്ടാൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീല് Fe415 ആയതുകൊണ്ട് അല്ലെ? എല്ലാവർക്കും മനസ്സിലായോ? XUmax എന്ന് പറയുന്നത് എത്രയാണ്? 0.48. ഒറ്റ ആളെ അത് പറഞ്ഞിട്ടുള്ളൂ അല്ലെ? അപ്പൊ XUmax എന്ന് പറയുന്നത് 0.48. ഓക്കെ, അപ്പൊ നമുക്ക് FSC കണ്ടുപിടിക്കാൻ പറ്റും. FSC എന്ന് പറയുന്നത് is equal to 0.0035 into 0.48 minus D dash എത്രയാണ്? D dash എത്രയാ? D dash 60. Okay, 60 divided by okay, XUmax by D തന്നെയാണ് 0.48. ഓ ശരിയാ, XUmax by D ആണ് 0.48. അപ്പൊ XUmax എന്ന് പറയുന്നത് 0.48 into എത്ര വരണം? നമ്മുടെ ഡെപ്ത്, എഫക്റ്റീവ് ഡെപ്ത് വന്നിട്ടുണ്ടല്ലോ അല്ലെ? 600. ഓക്കെ, റെഡി. ഇതാണ് XUmax. ശരിയാണ് കേട്ടോ, കറക്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഇൻറ്റു 600 ഉണ്ട്, ഡിവൈഡഡ് ബൈ XUmax എന്ന് പറയുന്നത് 0.48 into 600. ഓക്കെ അല്ലേ? ഓക്കെ, 288 mm. അപ്പൊ ഈ പറയുന്ന XUmax എന്ന് പറയുന്നത് 288 mm വരും. ഇത് മൊത്തം സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് FSCന്റെ വാല്യൂ കിട്ടിയോ ആർക്കെങ്കിലും? FSCന്റെ വാല്യൂ ഒക്കെ ചെയ്തു നോക്കുക. XUmax divided by D എന്ന് പറയുന്നത് നമുക്ക് 0.48 കിട്ടും. അതിൽ നിന്ന് നമുക്ക് XUmax എടുക്കുമ്പോഴത്തേക്കും 0.48 into D എന്ന് പറയുന്നത് എഫക്റ്റീവ് കവർ അല്ലേ? അത് 600 എടുക്കുക. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 288 mm എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ആ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കലാണ് അടുത്തതായിട്ട്. അപ്പൊ XUmax എന്ന് പറയുന്നത് 288 mm അല്ലെ? അപ്പൊ 288 മൈനസ് D dash എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ 288. ഓക്കെ, ഇത്രയും കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ സ്ട്രെസ്സേ ആവുന്നുള്ളൂ അല്ലെ? അപ്പൊ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയും കൂടെ ഉണ്ടായിരുന്നു ആ ഇക്വേഷനിൽ. ഞാൻ പറഞ്ഞായിരുന്നു ആ ഇക്വേഷനിൽ അതില്ല. പക്ഷെ നമുക്ക് ഈ എന്താണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്ട്രെസ്സിലേക്ക് എത്തണമെങ്കിൽ സ്ട്രെയിൻ ഇൻറ്റു ES എന്നും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് FSC എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്, അതിനകത്ത് കിട്ടാൻ വേണ്ടി ഇൻറ്റു ES കൂടെ ചെയ്യാം. ES എന്ന് പറയുന്നത് എത്രയാണ്? മോഡുലസ് വെലോസിറ്റി ഓഫ് സ്റ്റീൽ 2 into 10⁵ അല്ലെ? into 2 into 10⁵ കൂടെ ചെയ്യണം. into 2 into 10⁵ കൂടെ ചെയ്യാം. റിപ്പീറ്റ് ചെയ്യണോ പറഞ്ഞത്? 554.16 kilonewton per mm square വരും.
ഇൻറ്റു 10⁻³ കൂടെ വരും. 554.16 കിലോ ന്യൂട്ടൺ ആണ് കേട്ടോ. ഓക്കെ, ശ്രീജിത്യ പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആയിരിക്കും. 554.16 ഇൻറ്റു 10⁻³ ഉണ്ട്, അത്രയും ന്യൂട്ടൺ പെർ mm². അല്ലേ? 554.16 കിലോ ന്യൂട്ടൺ പെർ mm². അപ്പൊ ഓക്കെ, റെഡി. അപ്പൊ നമുക്കിപ്പം FSC കിട്ടി. FSC കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? FSC കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു FSC ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.87 FI എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഇതൊരിക്കലും നമ്മൾ ഈ പറയുന്ന ആ ഒരു ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്ട്രെസ്സിനേക്കാളും കൂടാൻ പാടില്ല. അങ്ങനെ കൂടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനകത്ത് FSC ആയിട്ട് എടുക്കേണ്ടത് 0.87 FI ആയിരിക്കും. അതായത് ഞാനിപ്പോ പറയാണ്, നമ്മൾ 0.87 FIയും കണ്ടുപിടിക്കും, FSCയും കണ്ടുപിടിക്കും. ഇനി ഏതെങ്കിലും ഒരു കേസിൽ FSC ഈ 0.87 FIനേക്കാളും കൂടുവാണെങ്കിൽ, 0.87 FI എന്ന് പറയുന്ന ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റിൽ വരുന്ന സ്ട്രെസ്സിനേക്കാളും കൂടുതൽ സ്ട്രെസ് നമ്മുടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്ഥലത്ത് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ FSC ആയിട്ട് എടുക്കേണ്ടത് 0.87 FI ആയിരിക്കണം എന്ന് ഓർത്തോളുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിൽ തിരിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരാൾ ചോദിക്കുകയും ചെയ്തായിരുന്നു എങ്ങനെയാണ് അത് വന്നതെന്ന്, അല്ലെ? 0.87 FI എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർത്താൽ മതി, ഈ വാല്യൂ ഇതിനേക്കാളും കൂടുവാണെങ്കിൽ നമ്മൾ FSC ആയിട്ട് എടുക്കേണ്ടത് 0.87 FI ആണ്. അപ്പൊ നമ്മളിവിടെ FSC നമുക്ക് കിട്ടിയേക്കുന്നത്, നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടിയേക്കുന്നത് 554.16 കിലോ ന്യൂട്ടൺ പെർ mm² ആണ്. നമ്മൾ 0.87 FI ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുക 361.05. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ എന്ന് പറയുന്നത് 415 അല്ലേ? അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 361.05 കിലോ ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. അപ്പം ഇതിനകത്ത് ഏതാണ് വലുത്? 554.16. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ്? ഈ FSC എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടാൻ പാടില്ല. അപ്പൊ നമ്മൾ FSCന്റെ പുതിയ വാല്യൂ ആയിട്ട് എന്ത് എഴുതേണ്ടി വരും? 361.05. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ. ഇപ്പൊ 43 പേരുണ്ട്, അവരുടെ അറ്റൻഡൻസ് ഇങ്ങനെയായിരിക്കും വരിക. ഒന്നുകൂടെ പറയാം, ജസ്റ്റ് കാണുക. നമ്മുടെ FSC ഇപ്പൊ നമ്മൾ നേരത്തെ ആ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടി 0.0035 ഇൻറ്റു ആ ഒരു ടൈം ഇൻറ്റു ഇയും കൂടെ ചെയ്തപ്പോൾ നമ്മൾ FSC കിട്ടി. FSC എന്ന് പറയുന്നത് 5540.16 കിലോ ന്യൂട്ടൺ പെർ mm². ഓക്കെ, നമുക്കൊരു കണ്ടീഷൻ ഉണ്ടോ നോക്കുക. FSC ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.87 FI. അതായത് ഇത് സ്റ്റീലിന്റെ കംപ്രഷൻ സൈഡിലെ സ്റ്റീൽ കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സും ഇത് നമ്മുടെ ടെൻസൈൽ സൈഡിലെ സ്റ്റീൽ കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സും അല്ലെ? അപ്പൊ നമുക്ക് ഒരിക്കലും ഈ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിലെ സ്ട്രെസ് ഇതിനേക്കാളും കൂടാൻ പാടില്ല. അങ്ങനെ കൂടുന്ന കേസിൽ നമ്മൾ FSC ആയിട്ട് എടുക്കേണ്ടത് ഈ 0.87 FI ആണെന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു കേസ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ FSC എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് 554 ആണ്. 0.87 FI എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.87 ഇൻറ്റു FIന്റെ വാല്യൂ 415 അല്ലെ? അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 361.05 കിലോ ന്യൂട്ടൺ പെർ mm². അപ്പം ഇത് രണ്ടും നോക്കുമ്പോഴത്തേക്കും ഇത് കൂടുതലാണ് അല്ലെ? അപ്പം നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഇത് ഇങ്ങനെ ഒരു കേസ് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? FSC ആയിട്ട് നമ്മൾ ഈ ഒരു വാല്യൂ എടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു കംപ്രഷൻ സൈഡിലെ റീഇൻഫോഴ്സ്മെന്റ് സ്ട്രെസ് ഇതിനേക്കാളും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇനി തൊട്ട് ഓർത്തോളാം, FSC എന്ന് പറയുന്നത് എത്രയാണ്? 361.05 കിലോ ന്യൂട്ടൺ പെർ mm². അപ്പം ഇത് ഇന്നലെ ഒരാൾക്ക് സംശയം വന്നായിരുന്നു. അപ്പം അത് ചോദിച്ചു, അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞായിരുന്നു, അതിന്റെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഇന്ന് എല്ലാവർക്കും തന്നെ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആ എടുത്തേക്കുന്ന വാല്യൂ കറക്റ്റാണ്, പക്ഷെ ഞാൻ ഈ ഒരു റീസൺ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, റെഡി ആണല്ലോ അല്ലെ? ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ എടുക്കേണ്ടത്? നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ ഇനി അടുത്തതായിട്ട് AST2 കണ്ടുപിടിക്കണം. അതായത് നമുക്ക് മൊത്തത്തിലുള്ള സ്റ്റീലിന്റെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് AST1 പ്ലസ് AST2 ആണ്. അതിൽ നിന്ന് AST കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് AST2 അല്ലെ?
ST2 എടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഈക്വേഷൻ ഒന്ന് ഓർത്തോളാം. AC into FSC divided by 0.87 Fi. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? AST2 കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് അറിയാലോ. അതുപോലെ തന്നെ FSC എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണ്ടേ? 361.05 0.87 Fi. ഓക്കെ, ഇത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഏരിയ ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ ഇൻറ്റു സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ ഇൻറ്റു അവിടുത്തെ, ഓക്കെ, ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് സ്ട്രെസ് ഇൻറ്റു അവിടുത്തെ ഏരിയ. ആ ഒരു ഇക്വേഷൻ ആണ് ജസ്റ്റ്. അതായത് ജസ്റ്റ് ഓർക്കുക, ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റിലെ സ്ട്രെസ് ആണ് 0.87 Fi ഇൻറ്റു ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഏരിയ AST2 ഇസ് ഈക്വൽ ടു ASC ഇൻറ്റു FSC. അപ്പൊ ഇത് കോഡ് ഇല്ലാണ്ട് തന്നെ നമ്മളൊന്ന് ഓർക്കണം. നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ഏത് കണ്ടുപിടിക്കേണ്ടത്? AST2 എന്ന് പറയുന്നത് ASC ഇൻറ്റു FSC ഡിവൈഡഡ് ബൈ 0.87 Fi. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 982 982 അല്ലെ, 982 mm². റെഡിയാണ്, കാരണം ഈ FSC എന്ന് പറയുന്നത് 0.87 Fi ആണ്. അപ്പൊ നമുക്ക് AST2 കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? AST1 എന്ന് പറയുന്നത് AST മൈനസ് AST2. ഓക്കെ, ഇത് ഓർത്തോളാം. ഇത് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അതായത് നമുക്ക് താഴെ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, മേലെയും ഒരു റീഇൻഫോഴ്സ്മെന്റ്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതിന് പകരം ഈ രണ്ട് ഏരിയന്റെയും കൂടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ AST1 ആയിട്ട് ഇവിടെ എടുക്കുന്നത്. രണ്ട് ഏരിയന്റെയും കൂടെ ഒരു എഫക്റ്റീവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ അങ്ങനെ എടുക്കുന്നത്. ഓക്കെ, അപ്പം AST1 എന്ന് പറയുന്നത് 2455 മൈനസ് AST2 എന്ന് പറയുന്നത് 982. അപ്പൊ ഒരാൾ പറഞ്ഞിട്ടുണ്ട് 1473 mm² ആണ് AST1. ഓക്കെ, ഈക്വലന്റ് ആയിട്ട് വരുന്ന ആ ഒരു ഏരിയ എല്ലാവർക്കും കിട്ടിയോ? 1473 mm² ഏരിയ അല്ലേ, mm² ആണ്. ഓക്കെ, 2 കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണ്ടേ? മറ്റേ ഇക്വേഷൻ കൊടുക്കുക, XU. ഓക്കെ, XU ബൈ ഡിയുടെ അതേ ഇക്വേഷൻ തന്നെ എടുക്കുക. അപ്പൊ ഇങ്ങനെ വരും 0.87 Fy AST1 ഡിവൈഡഡ് ബൈ 0.36 FCKB. ഇവിടെ ഒരു XU ബൈ ഡി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ B ഇൻറ്റു ഡി എടുത്തത്. ഇവിടെ നമ്മൾ XU ആക്കുമ്പോഴത്തേക്കും 0.87 Fy AST1 ഡിവൈഡ് ബൈ 0.36 FCKB ഇത്ര ഉണ്ടാവും. അപ്പൊ എത്ര വരും ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും? ഇതിൽ നിന്നാണ് നമുക്ക് XU കണ്ടുപിടിക്കേണ്ടത്. വേഗം പറഞ്ഞു. ഓക്കെ, ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. 0.87 Fy എന്ന് പറയുന്നത് 415 ഇൻറ്റു AST1 നമുക്ക് കിട്ടിയല്ലോ 1473. ഓക്കെ, ഡിവൈഡഡ് ബൈ 0.36 FCK എന്ന് പറയുന്നത് 20 ഇൻറ്റു B തന്നിട്ടുണ്ട് 300 അല്ലെ. എത്ര കിട്ടുക? XU കിട്ടിയവരുണ്ടോ? $246.2. ഓക്കെ, അപ്പൊ XU എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, 246.2 mm. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ XU. ഇനി നമ്മൾ അടുത്തത് എന്താ കണ്ടുപിടിക്കണ്ടേ? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഇനി നമ്മൾ അടുത്തത് എന്താ കണ്ടുപിടിക്കുക? അടുത്തത് നമുക്ക് MU ആണ് കണ്ടുപിടിക്കേണ്ടത്. MUന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.87
Fy AST1 into d minus 0.42 XU minus plus FSC into AC into d minus d dash. ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ പേജ് നമ്പർ 96ന്റെ മേലെയായിട്ട് വലത്തെ സൈഡിൽ മേലെയായിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. mu minus mu limit is equal to FSC into AC into d minus d dash. ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് mu ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? mu is equal to mu limit plus FSC AC into d minus d dash. ഇതിൽ നിന്ന് നമ്മൾ mu ലിമിറ്റിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യണം? നമ്മൾ തൊട്ട് മുമ്പത്തെ ആ ഒരു സെക്ഷനിൽ കണ്ട അതേ ഇക്വേഷൻ തന്നെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. ഓക്കെ, കാണുന്നുണ്ടല്ലോ 0.87 Fy AST, പിന്നെ ആ ഡീനെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകും. d ഇൻറ്റു ഓക്കെ ആ AST Fy BD FCK വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വാല്യൂ ഇവിടെ നിന്ന് എടുക്കും. XU ഡിവൈഡഡ് ബൈ 0.42 XU ആക്കും. ഓക്കെ, താഴത്തെ മേലത്തെ ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മതി, കിട്ടും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് ഫ്രെയിം ചെയ്യാൻ മനസ്സിലാക്കുക. റെഡിയാണോ? ഓക്കെ, വാല്യൂ കിട്ടുന്നത് 455 kilonewton per meter ആയിരിക്കണം. ഒന്ന് ചെക്ക് ചെയ്യണം. 455 ഓക്കെ 0.56 kilonewton per മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലേ? കിലോന്യൂട്ടൺ മീറ്റർ അല്ലേ? കിലോമീറ്റർ അല്ല, കിലോന്യൂട്ടൺ മീറ്റർ. ഓക്കെ, എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലോഡ്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ബീമിന്റെ ഡയമെൻഷൻസ് നമ്മൾ കൊടുക്കണം. അതായത് ബീമിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഡെപ്ത് എത്രയാണ് വേണ്ടത്, അതിന്റെ വിഡ്ത്ത് എത്രയാണ് വേണ്ടത്, അതിനകത്ത് ഇടേണ്ട റീഇൻഫോഴ്സ്മെന്റ് എത്രയാണ്, അതിനകത്ത് ഇടുന്ന സ്റ്റിറപ്സ് എത്രയാണ്, ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നതാണ് ഡിസൈനിങ്. മനസ്സിലായല്ലോ അല്ലെ? നേരെ റിവേഴ്സ് നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ഡിസൈൻ ആയിരിക്കില്ല. അതായത് നമുക്കൊരു വീടിന്റെ മേലെ ഇത്ര ലോഡ് വരുന്നുണ്ട്, ഇത്ര വലിപ്പത്തിലുള്ള സ്ലാബ് ഒക്കെയാണ് അതിനകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ബീമിനകത്ത് വരുന്ന ലോഡ് നമുക്കറിയാം. പിന്നെ ബാക്കിയെല്ലാം നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ ബീമിന്റെ വിഡ്ത്ത് എത്രയാണ് കൊടുക്കേണ്ടത്, വീടിന്റെ ഡെപ്ത് എത്രയാണ്, അതിനകത്ത് എത്ര കമ്പി ഇട്ട് വെക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇത്തരം നമ്മൾ ബീമിന്റെ ഡയമെൻഷൻസും അതിനകത്ത് കൊടുക്കേണ്ട റീഇൻഫോഴ്സ്മെന്റും അതിന്റെ ചെക്കുകളുമാണ് എന്തിൽ വരിക? ഡിസൈനിങ്ങിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ കൂടുതൽ കേസിലും നിങ്ങൾക്ക് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു ബീമും അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു UDL എന്ന് പറയുന്നത് എന്താണ്? UDL എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കൂടുതൽ കേസിലും ജസ്റ്റ് കാണുക, നമുക്ക് ഒരു ബീമിന്റെ മേലെ എന്ത് തരത്തിലുള്ള ലോഡിംഗ് ആയിരിക്കും വരിക? നമ്മളൊക്കെ വീട് അല്ലെങ്കിൽ നമ്മുടെ കോളേജ് നോക്കുക, ഒരു ബീമിന്റെ മേലെ സ്ലാബ് വരുന്നു അല്ലെ? അപ്പൊ ഇതാണ് ബീമെങ്കിൽ അതിന്റെ മേലെ ത്രൂ ഔട്ട് ആ ഒരു ലോഡ് ഉണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് ഒരു UDL ആണല്ലോ ഈ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു UDL ഒരു ബീമിന്റെ മേലെ ആക്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയാണ്, മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയാണ് എന്നൊക്കെ അറിയാമോ? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് മാക്സിമം ഷിയർ ഫോഴ്സും എത്രയായിരിക്കും? ഓർമ്മയുണ്ടോ? BMD SFD ഒക്കെ വരച്ചായിട്ട് ഒരു ഐഡിയ ഉണ്ടോ? ഇതാണ് ഒരു ബീം എങ്കിൽ ഓക്കെ, ഒരു ബീം അതിന്റെ മേലെ ത്രൂ ഔട്ട് W per മീറ്ററിൽ ഒരു ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഏത് ഭാഗത്താ വരിക?
ഓക്കെ, ഈ രീതിയിലായിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് മാക്സിമം ആവുന്നത് WL/2ഉം നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WL²/8 ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഓർക്കുക, ഈ ഒരു ലോഡ് എന്ന് പറയുന്നത് എന്തൊക്കെ ലോഡ് ഉണ്ടാവാം? ഒരു ഡെഡ് ലോഡ് ഉണ്ടാവാം, അതിന്റെ കൂടെ തന്നെ ലൈവ് ലോഡ് ഉണ്ടാവും. ഡെഡ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും കാലാകാലമായിട്ട് അതിന്റെ മേലെ അതിന്റെ സൾഫേറ്റ് അത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു ലോഡിനാണ് നമ്മൾ ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. ലൈവ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഈ നമ്മൾ മേശ അല്ലെങ്കിൽ ആൾക്കാർ ഇതൊക്കെ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് അതിന്റെ മേലെ ഉണ്ടാവില്ല, അത് മാറി വേരിയേഷന് വിധേയമാണ്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഓരോ തരത്തിലുള്ള ബിൽഡിങ്ങിനും ഇത്രയാണ് ഡെഡ് ലോഡ്, ഇത്രയാണ് അതിന്റെ ലൈവ് ലോഡ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദി കോൺക്രീറ്റ് ചെയ്താൽ മതി. ഡെഡ് ലോഡിന്റെ ആ ഒരു ഇന്റൻസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ മതി. അപ്പം വോളിയം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ബി ഇൻറ്റു ഡി ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോൺക്രീറ്റിന്റെ 25 kN/m² ആണ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെഡ് ലോഡ്, ലൈവ് ലോഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് ലോഡ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഭാഗമൊക്കെ പോട്ടെ, നമുക്ക് ആ ലോഡ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തരും, ഏത് രീതിയിലുള്ള ലോഡാണ് എന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോഡ് കാരണം അതിനകത്ത് ഉണ്ടാവുന്ന എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ലോഡ് കാരണം അതിനകത്ത് ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് ഓർക്കുക. ഇനി ഈ മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സെക്ഷൻ കൊടുക്കും. ആ ഒരു സെക്ഷൻ എന്തുണ്ടാവും? ഒരു മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഡിസൈനിങ് അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൻ സേഫ് ആണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കേണ്ടത്? നമ്മുടെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇതിനകത്ത് വരുന്ന ആ ലോഡ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ്, അല്ലെ? മനസ്സിലായോ? മൊമെന്റ് അതായത് നമുക്ക് ആ ഒരു ബീമിനകത്ത് വരുന്ന ലോഡിനേക്കാളും നമ്മുടെ ബീമിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്തോളാം. നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ബീമിൽ വരുന്ന ലോഡ് അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു മൊമെന്റിനേക്കാളും കൂടുതൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ ബിൽഡിംഗ് സേഫ് ആകുന്നുള്ളൂ. ഓക്കെ, റെഡി. ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് നോക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കുക. ഓക്കെ, നമുക്കൊരു ബീമിന്റെ ഇതാണ് ഇപ്പൊ ഒരു റൂം എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് ഈ രണ്ട് റൂമിന്റെയും ഈ ഒരു സ്പാൻ അറിയാലോ. അപ്പം നമുക്ക് ഈ ഒരു കാണുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, അതായത് ഒരു ബീം ഇങ്ങനെയാണെങ്കിൽ കണ്ടോ, ഇത് രണ്ട് ഭിത്തി. ഈ സ്പാനൊക്കെ നമുക്ക് റൂം ഡയമെൻഷൻ ഒക്കെ നമുക്ക് അറിയുന്നത് കൊണ്ട് നമുക്ക് എഫക്റ്റീവ് സ്പാൻ നമുക്ക് കിട്ടും. ഈ കാണുന്നതാണ് ക്ലിയർ സ്പാൻ. ക്ലിയർ സ്പാനിന്റെ കൂടെ ഒരു വാളിന്റെ തിക്നെസ് കൂട്ടുന്നതാണ് നമ്മൾ എഫക്റ്റീവ് സ്പാൻ ഓഫ് ദി ബീം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു ബീം, ഇതൊരു റൂമാണെന്ന് വിചാരിക്കുക, ഇതതിന്റെ ഭിത്തികള്. അപ്പം ഇതാണ് ഒരു ബീമെങ്കിൽ ഇത് രണ്ട് ഭിത്തി. ഈ രണ്ടിന്റെ ഇടയ്ക്ക് കാണുന്ന ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഈ രണ്ടിന്റെയും സെന്റർ ടു സെന്റർ ഇല്ലേ, അതായത് ഈ ഭിത്തിന്റെ പകുതി മുതൽ ഈ ഭിത്തിന്റെ പകുതി വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എഫക്റ്റീവ് സ്പാൻ. കൂടുതൽ കേസും ഇത് തന്നെയാണ് വരുന്നത്. നമുക്ക് കോഡിനകത്ത് ഇത് കൃത്യം പറയുന്നുണ്ട് എഫക്റ്റീവ് സ്പാൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ സ്പാൻ പ്ലസ് ഈ ബീമിന്റെ ഡെപ്ത്. ഓക്കെ, അത് കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം നമുക്കത്. അപ്പം ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആക്കിയിട്ട് നമുക്ക് ഡിസൈനിങ്ങിലേക്ക് പോകുന്നതാണല്ലോ നല്ലതെന്ന് ഓർത്തിട്ടാണ്. അപ്പൊ നമുക്ക് ക്ലിയർ സ്പാൻ നമുക്ക് തരുമെന്ന് ഓർക്കാലോ. അത് വെച്ചിട്ട് നമ്മൾ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി കോഡ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു വാല്യൂ കിട്ടാണ്ട് ക്ലിയർ സ്പാൻ ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കുക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമ്മുടെ കോഡൽ പ്രൊവിഷൻ ആയിട്ട് തന്നെ പറയുന്നതാണ് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ. സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ഡിഫറൻസ് സ്ട്രക്ചർ, കാന്റിലിവർ ആയിക്കോട്ടെ, സിംപ്ലി സപ്പോർട്ടർ ആയിക്കോട്ടെ, അങ്ങനെ ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട്. ഇപ്പൊ സപ്പോസ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ 20 ആണെന്ന് വിചാരിക്കാം. നമുക്ക് ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ടല്ലോ. ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? സ്പാൻ ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബീമിന്റെ
ഡെപ്ത് കിട്ടും. ഓക്കെ, ബീമിന്റെ ഡെപ്ത് കിട്ടും. ഈ ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പേരിന് ഒരു വിഡ്ത്ത് അസ്യൂം ചെയ്യണം. വിഡ്ത്ത് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പൊ നമുക്ക് ഡെപ്ത് ആയി, വിഡ്ത്ത് ആയി. ഓക്കെ, ഇനി നമ്മൾ എന്താ അടുത്തതായിട്ട് നോക്കേണ്ടത്? നമുക്കറിയാത്തൊരു കാര്യം, ഈ സ്പാനും വിഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എന്തായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമ്മളൊരു ബീം ഡിസൈൻ ചെയ്യുവാണ് എന്ന് ഓർക്കുക. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ല. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? ഓക്കെ, നമ്മുടെ ആ ബീമിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? പറഞ്ഞ പോലെ തന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് കൊടുക്കേണ്ട സ്റ്റീലിന്റെ ഏരിയ. ഓക്കെ, നമുക്ക് ബീമിന്റെ ഡയമെൻഷൻ കിട്ടി, അതിനകത്ത് എത്ര റീഇൻഫോഴ്സ്മെന്റ് ഇട്ട് കൊടുക്കണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? ഇത് രണ്ടും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി സെക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഓർത്തുള്ള സ്പാൻ ടു ഡെപ്ത് റേഷ്യോയിൽ നിന്ന് ഓക്കെ നമ്മൾ ഡെപ്ത് കണ്ടുപിടിക്കുന്നു. പിന്നെ നമ്മൾ വിഡ്ത്ത് എന്ത് ചെയ്യും? നമ്മൾ അസ്യൂം ചെയ്യും. ഇതുവരെ മനസ്സിലായല്ലോ അല്ലെ? ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് എത്രമാത്രം സ്റ്റീൽ വേണം എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ, അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പം നമ്മുടെ ബീമിന്റെ സെക്ഷനകത്ത് തന്നിരിക്കുന്ന ലോഡെല്ലാം കിട്ടൂലേ? ലോഡെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് MU കണ്ടുപിടിക്കാൻ പറ്റും. WL² ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ ഇപ്പൊ നമ്മുടെ ബീമിനകത്ത് ഇത്ര ഡെഡ് ലോഡ് ഉണ്ട്, ഇത്ര ലൈവ് ലോഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും തരൂല, നല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കും? അടുത്തതായിട്ട് നമ്മൾ ഇത് സ്റ്റെപ്പ് 1 ആയിട്ട് ഓർക്കുക, ഇത് സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. ഓക്കെ, ഞാൻ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതി തരാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചാൽ മതി. MU എന്ന് പറയുന്നത് WL²/8 കിട്ടും. ഇനി നമ്മൾ ഈ MU വെച്ചിട്ട് നമ്മൾ AST കണ്ടുപിടിക്കണം. അപ്പൊ ആ MU വെച്ചിട്ട് AST കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അനക്സ് G11 ബിയിൽ കണ്ടില്ലേ? MU is equal to 0.87 FI AST D into 1 minus AST FI divided by BD FCK. ഈ ഒരു ഇക്വേഷൻ കണ്ടില്ലേ? ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് MU അറിയാം, FY അറിയാം, എഫക്റ്റീവ് ഡെപ്ത് നമുക്കറിയാം, EFI അറിയാം, FCK അറിയാം, BE അറിയാം, D അറിയാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? AST കണ്ടുപിടിക്കണം. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലായിരിക്കും വരിക. അതായത് AST² മൈനസ് എന്തെങ്കിലും ഒരു ടേം ഇൻറ്റു AST ഒരു കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? മൈനസ് B പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B² മൈനസ് 4AC ഡിവൈഡ് ബൈ 2A ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 ഡിഗ്രി ഉള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. അതായത് നമുക്ക് അത് ഞാൻ പറഞ്ഞുതരാൻ, കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷനിലെ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഇങ്ങനെയാണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. അത് എന്ന് പറയുന്നത് A ഇൻറ്റു AST² പ്ലസ് B ഇൻറ്റു AST പ്ലസ് C ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ടൈം ആയിരിക്കും. അതായത് ജസ്റ്റ് നോക്കുക, ഒരു 5 AST² പ്ലസ് 4 AST പ്ലസ് 555 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് വന്നാൽ അതിനകത്ത് 5 AST² എന്ന് പറയുന്നതിൽ A എന്ന് പറയുന്നത് 5, പിന്നെ 14 AST എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് B എന്ന് പറയുന്നത് 14, C എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന കോൺസ്റ്റന്റ് ഒരു 555 ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് അതിനകത്ത് ഡിഗ്രി 2 എന്ന് പറഞ്ഞൊരു ഇത് കാണാനുണ്ട്. അതിനകത്ത് നമ്മൾ എന്റെ വാല്യൂ കൊടുക്കുക, ബിന്റെ വാല്യൂ കൊടുക്കുക, സിന്റെ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ASTക്ക് 2 വാല്യൂ കിട്ടും. ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും, ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. അപ്പം AST ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആ ഒരു പോസിറ്റീവ് വാല്യൂ നമ്മൾ എടുക്കും. അപ്പൊ നമുക്ക് AST കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഡെപ്ത് കിട്ടി, വിഡ്ത്ത് കിട്ടി, ASTയും കിട്ടും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. ഇപ്പൊ നമുക്ക് AST കിട്ടിയില്ലേ? AST കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് ഈ കിട്ടിയ വാല്യൂ എല്ലാം വെച്ചിട്ട് MU ലിമിറ്റ് നോക്കുക. ഓക്കെ, ഇതിന് മുമ്പായിരുന്നു. അതായത് ഈ MU കിട്ടിക്കഴിഞ്ഞതിന് ഈ MU കിട്ടൂലേ? MU കിട്ടിക്കഴിഞ്ഞ പാടെ നമ്മൾ MU ലിമിറ്റ് കൊടുക്കുക. MU ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? മാക്സിമം വാല്യൂ ഓഫ് MU ലിമിറ്റ് കിട്ടും. ഓക്കെ, ജസ്റ്റ് കാണുക.
ഇപ്പൊ നമ്മൾ സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ കിട്ടി, ഡെപ്ത് കിട്ടി, വിഡ്ത് കിട്ടി, ഇനി MU കിട്ടി. MU കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആയിട്ടല്ലേ നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ? അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ MU എന്ന് പറയുന്നത് MU ലിമിറ്റിനേക്കാളും താഴെ ആയിരിക്കണം. ഓക്കെ, ആ MU ലിമിറ്റിന്റെ ഇക്വേഷനകത്ത് AST എന്ന് പറയുന്ന ഒരു ടേമേ ഇല്ലല്ലോ. അപ്പം ആ ഒരു ഇതിനകത്ത് അതിൽ കൂടുവാണെങ്കിൽ നമ്മൾ വിഡ്ത്തോ ഡെപ്തോ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ജസ്റ്റ് കാണുക, MU കിട്ടിക്കഴിഞ്ഞ് WL²/8 ചെയ്ത് MU കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ MU ലിമിറ്റ് വെച്ച് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ സെക്ഷൻ അണ്ടർ റീൻഫോഴ്സ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, MU കൊടുത്തിട്ട് നമ്മൾ AST കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് എല്ലാം തന്നെ തീർത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കുക, 4 കഴിഞ്ഞ് MU ലിമിറ്റ് ആണ് 5, അത് കഴിഞ്ഞിട്ടാണ് 6. ഓക്കെ, ഇപ്പൊ നമുക്ക് AST കിട്ടി, വിഡ്ത് കിട്ടി, ഡെപ്ത് കിട്ടി. ഇനി നമ്മൾ കുറച്ച് ചെക്ക് ചെയ്യണം. കുറച്ച് ചെക്ക് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ഷിയർ റീൻഫോഴ്സ്മെന്റിന്റെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറയാം. ഓക്കെ, ഒരു ഗിവൺ സെക്ഷനിൽ ഒരു മാക്സിമം AST ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തെ ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റീൽ റീൻഫോഴ്സ്മെന്റിന്റെ ഏരിയന്റെ ചെക്കാണ്. അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ട്, ഒരു മിനിമം വാല്യൂ ഉണ്ട്. ആ രണ്ട് വാല്യൂസിന്റെ ഉള്ളിൽ വേണം നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു AST നിൽക്കാൻ. അതിനുശേഷം നമ്മൾ രണ്ടാമതായിട്ട് ചെക്ക് ഫോർ ഷിയർ റീൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഷിയർ റീൻഫോഴ്സ്മെന്റിന്റെ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഷിയർ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സെക്ഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി അഥവാ അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷിയർ റീൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ചെക്ക് ഫോർ ഷിയർ എന്ന് ഓർത്താൽ മതി. മൂന്നാമതായിട്ട് നമ്മൾ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള ചെക്ക്. ഓക്കെ, അപ്പൊ 3 ചെക്ക്, പിന്നെ ഇത്രയും ടേംസ് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ഡിസൈനിങ്ങിലേക്ക് വരുമ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഒന്നുകൂടെ പറയണോ? അപ്പൊ ജസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റെപ്സ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയാം. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഗിവൺ സെക്ഷനിലെ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ വെച്ചിട്ട് ഓക്കെ, ആ ഒരു റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഡെപ്ത് കണ്ടുപിടിക്കുന്നു. പിന്നെ നമ്മൾ അതിന്റെ വിഡ്ത്ത് അസ്യൂം ചെയ്തു വരെ മനസ്സിലായല്ലോ അല്ലെ? ഇപ്പൊ സ്പാനും ഡെപ്തും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ സെക്ഷനിൽ വരുന്ന മൂന്നാമത്തെ സെക്ഷനായിട്ട് ലോഡ് കാൽക്കുലേഷൻ. അത് ചിലപ്പം ഡെഡ് ലോഡ് ഉണ്ടാവും, ലൈവ് ലോഡ് ഉണ്ടാവാം, വിൻഡ് ലോഡ്, അങ്ങനെ എല്ലാ തരം ലോഡും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് കണ്ടുപിടിക്കണം. MU എന്ന് പറയുന്നത് WL²/8 ആയിരിക്കും എന്ന് ഓർക്കാം. ഈ മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം, നാലാമത്തെ ആയിട്ട് MU ലിമിറ്റ് കൊടുക്കാം. MU ലിമിറ്റ് എന്ന് പറയുന്നത് പേജ് നമ്പർ 96 G1.1 സിയിൽ കാണാനുണ്ട്. അതായത് MU ലിമിറ്റ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 0.36 into XUmax/D into 1 minus 0.42 XUmax/D into BD² FCK. അപ്പൊ നമുക്ക് ആ ഗിവൺ ക്വസ്റ്റിന് തന്നെ നമുക്ക് ഇപ്പൊ ഗ്രേഡ് FCKയും FIയും തന്നിട്ടുണ്ടാവും കേട്ടോ, കുഴപ്പമില്ല, അതും തന്നിട്ടുണ്ടാവും. അപ്പൊ 0.36 XUmax/D ഇത് ചെയ്യുമ്പോൾ നമുക്ക് MU ലിമിറ്റ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, MU ലിമിറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ MU ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് AST കണ്ടുപിടിക്കണം. AST കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MU, അതായത് നമുക്ക് കിട്ടിയ MU അല്ലെ, MU is equal to 0.87 FY AST D into 1 minus AST FY into BD FCK. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, AST കിട്ടും. AST കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ചെക്കുകളാണ്. അപ്പം ആറാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ഫോർ AST. അപ്പം നമ്മുടെ AST മാക്സിമം ഉണ്ട്, AST മിനിമം ഉണ്ട്. ഈ രണ്ട് വാല്യൂവിന്റെയും ഉള്ളിൽ വേണം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സെക്ഷന്റെ റീഇൻഫോഴ്സ്മെന്റ് ഇരിക്കാം. ഏഴാമതായിട്ട് നമ്മൾ ചെക്ക് ഫോർ ഷിയർ VU. ഓക്കെ, അതും നമുക്ക് എടുക്കാം. പിന്നെ എട്ടാമതായിട്ട് ചെക്ക് ഫോർ
ഡിഫ്ലക്ഷൻ. അപ്പം ഈ 3 ചെക്കും കൂടെ സാറ്റിസ്ഫൈ ആയിട്ടാൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സേഫ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈനിങ് പ്രൊസീജിയർ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നില്ല, പക്ഷെ നമുക്ക് അടുത്ത ദിവസം ഏതെങ്കിലും ഒരു അവർ കിട്ടിയാൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. അപ്പൊ അതുവരെ നിങ്ങളിപ്പോ പഠിപ്പിച്ച ഭാഗങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുക. ഡിസൈനിങ് തിങ്കളാഴ്ച നല്ല ഇതിലൊന്നുകൂടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ ആവും.